വിവാഹങ്ങൾക്കും ശുഭതുറക്കങ്ങൾക്കും പേരുകേട്ട തിരുപ്പരക്കുണ്ട്രം വാർത്തകളിൽ നിറഞ്ഞത് എന്തുകൊണ്ട്? എന്താണ് ഈ പുണ്യഭൂമിയുടെ ചരിത്രം? അസുര രാജാവായ സൂര്യപത്മനെ വധിച്ച വിജയശ്രീലാളിതനായി മുരുകൻ നിൽക്കുന്ന സമയം ദേവലോകം ആനന്ദക്കണ്ണീർ പൊഴിച്ചു. ആ വിജയത്തിന് പാരിതോഷികമായി ദേവേന്ദ്രൻ തന്റെ മകളായ ദേവയാനയെ മുരുകന് വിവാഹം ചെയ്തു നൽകിയ പുണ്യഭൂമിയാണ് തിരുപ്പരക്കുണ്ട്രം. മധുരയ്ക്കടുത്തുള്ള ഈ ഗുഹാക്ഷേത്രത്തിൽ വെച്ചാണ് മുരുകൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ വിവാഹങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഇടം. നക്കീരരും അരുണഗിരിനാഥരും തമിഴ് സാഹിത്യത്തിൽ പാടിപ്പുകഴ്ത്തിയ പ്രധാനപ്പെട്ട 6 പുണ്യക്ഷേത്രങ്ങളാണ് ആറുപടൈ വീടുകൾ. അതിലൊന്നാണ് അപൂർവ പൈതൃകങ്ങളുള്ള ഈ ക്ഷേത്രം. എന്നാൽ 2025 അവസാനത്തോടെ തിരുപ്പരക്കുണ്ട്രം വാർത്തകളിൽ നിറഞ്ഞത് കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിന്റെ പേരിലാണ്. ക്ഷേത്രവും ദർഗയും ജൈന പൈതൃകവും ഒരേ കുന്നിന് മുകളിൽ സംഗമിക്കുന്ന അപൂർവമായ ഒരു ചരിത്ര ഭൂമികയാണ് ഇന്ന് നിയമപോരാട്ടങ്ങളുടെയും വിവാദങ്ങളുടെയും നിഴലിലായിരിക്കുന്നത്. ഒന്നാമതായി ഇത് ഹൈന്ദവ വിശ്വാസപ്രകാരം കന്തമലയാണ്. മലയുടെ അടിവാരത്തുള്ള ക്ഷേത്രവും മലയെ വലം വയ്ക്കുന്ന ഗിരിവലവും ഭക്തർക്ക് അതീവ പ്രധാനമാണ്. മലമുകളിൽ പണ്ട് തൊട്ടേ ദീപം തെളിയിച്ചിരുന്നതായി വിശ്വാസികൾ കരുതുന്നു. രണ്ടാമതായി മലയുടെ ഏറ്റവും ഉന്നതിയിൽ സ്ഥിതി ചെയ്യുന്നത് സിക്കന്ദർ ബാദുഷാ ദർഗയാണ്. 14ാം നൂറ്റാണ്ടിലെ മധുര സുൽത്താനായിരുന്ന സിക്കന്ദർ ഷാ എന്ന ഒരു സൂഫി വര്യന്റെ ഈ കബറിടം നൂറ്റാണ്ടുകളായി ഇസ്ലാമിക വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമാണ്. എന്നാൽ ഈ 2 വിശ്വാസങ്ങൾക്ക് മുൻപേ BC 2ാം നൂറ്റാണ്ടിൽ ഇവിടെ ജൈന വിശ്വാസികൾ വസിച്ചിരുന്നു എന്നതാണ് ചരിത്ര സത്യം. ഇതിന് തെളിവായി മലമുകളിലെ ഗുഹകളിൽ ജൈന സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന കൽമെത്തകളും തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങളും ഇന്നും കാണാം. വർഷങ്ങളായി തിരുപ്പരക്കുണ്ട്രം മലയിലെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിന് സമീപമാണ് കാർത്തിക ദീപം തെളിയിച്ചിരുന്നത്. എന്നാൽ 2024-25 കാലയളവിൽ ഈ പതിവിൽ നിന്ന് മാറി ദർഗയ്ക്ക് ഏകദേശം 15 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കൽത്തൂണിൽ ദീപം തെളിയിക്കണമെന്ന് ചില ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം ഉടലെടുത്തത്. ഈ കൽത്തൂൺ ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും അവിടെ ദീപം തെളിയിക്കുന്നത് പണ്ടേയുള്ള ആചാരമാണെന്നും ഹർജിക്കാർ വാദിച്ചു. എന്നാൽ ദർഗയുടെ വളപ്പിനോട് ചേർന്ന് തീ കൊളുത്തുന്നത് സുരക്ഷാ ഭീഷണിയാണെന്നും അത് തങ്ങളുടെ സ്ഥലപരിധിയിൽ വരുമെന്നും ദർഗ അധികൃതർ നിലപാടെടുത്തു. വിഷയം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന് മുന്നിലെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. 2025 ഡിസംബറിൽ സിംഗിൾ ബെഞ്ച് ജഡ്ജിയായ ജസ്റ്റിസ് GR സ്വാമിനാഥൻ തർക്കത്തിലിരുന്ന കൽത്തൂണിൽ പോലീസ് സംരക്ഷണത്തോടെ ദീപം തെളിയിക്കാൻ ഭക്തർക്ക് അനുമതി നൽകി. എന്നാൽ തമിഴ്നാട് സർക്കാരും പോലീസും ഇതിനെതിരെ അപ്പീൽ നൽകി. ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് ദീപം തെളിയിക്കുന്നത് തടഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഇവിടെയാണ് തമിഴ്നാട് സർക്കാർ ജൈന പൈതൃകവാദം ശക്തമായി ഉയർത്തിയത്. തർക്കത്തിലിരിക്കുന്ന കൽത്തൂൺ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ദീപസ്തംഭമോ മുസ്ലിം സ്മാരകമോ അല്ലെന്നും അത് പുരാതനമായ ജൈന സന്യാസിമാർ ഉപയോഗിച്ചിരുന്നതോ പഴയൊരു സർവേ കല്ലോ ആണെന്നും പുരാവസ്തു വകുപ്പ് കോടതിയെ അറിയിച്ചു. 1931 പ്രിവി കൗൺസിൽ വിധി പ്രകാരം മലയുടെ പൊതുവായ അവകാശം ക്ഷേത്രത്തിനാണെങ്കിലും മലമുകളിലെ ദർഗയ്ക്കും അതിലേക്കുള്ള വഴികൾക്കും സ്വതന്ത്രമായ അവകാശമുണ്ട്. കൂടാതെ ഈ പ്രദേശം കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത മേഖലയായതിനാൽ പുതിയ ആചാരങ്ങളോ നിർമ്മാണങ്ങളോ അനുവദിക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളുമുണ്ട്. ഇന്നത്തെ നിലയിൽ നിയമപോരാട്ടത്തിൽ ഭക്തരും ക്ഷേത്രവും വിജയിച്ചിരിക്കുന്നു. DMK-ക്കെതിരെ ശക്തമായൊരു പ്രചാരണായുധം ലഭിച്ചതോടെ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പോരാട്ടത്തിന് ഇതോടെ തുടക്കമായിരിക്കുകയാണ്. ദീപം തെളിയിക്കുന്ന വേളയിൽ ദർഗയുടെ പവിത്രതയ്ക്ക് ഭംഗം വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശിച്ച നിയന്ത്രിത പ്രവേശനം പോലീസും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കർശനമായി നടപ്പിലാക്കുക എന്നതിലാണ് ഇതിന്റെ സാമൂഹികമായ പരിഹാരം കുടികൊള്ളുന്നത്.